ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് ആലുവയിലുള്ള മെഗാ മോട്ടേഴ്സിലാണ്. ഇവിടെ ആക്ച്വലി രണ്ട് തരം ഷോറൂം ഉണ്ട് കേട്ടോ. ഒന്ന് ഹീറോൻ്റെ നോർമൽ ഷോറൂമും ഒന്ന് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് പ്രീമിയം ഷോറൂമും ഉണ്ട്. ഞാൻ അകത്തേറിട്ട് ലാസ്റ്റ് അവസാനം കയറി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രീം 125 ജസ്റ്റ് ഒരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്ക് ഇവിടെ മാവറിക് ഉണ്ട്, എക്സ്ട്രീം 160 ഉണ്ട്, അത് കൂടാണ്ട് വിഡ ഉണ്ട്. വിഡക്കൊക്കെ ആക്ച്വലി ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് വരുന്നുള്ളൂ. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ബിഗ് താങ്ക്സ് ടു മെഗാ മോട്ടേഴ്സ്. അപ്പോൾ വണ്ടി എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ കാണാനായിട്ട്. എന്താ പറയുക, ഒറ്റ നോളത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 125cc എന്ന് ആരും പറയില്ല. എസ്പെഷ്യലി ഇതേ ഒരു 160cc ആണ് തൊട്ടടുത്ത് നിർത്തിയിട്ടേക്കുന്നത്. അതും ഈ ഒരു 125 തമ്മിലും ജസ്റ്റ് ഒന്ന് നോക്കി. എൻ്റെ മോനെ ശരിക്കും പിടിച്ചിരിക്കുന്നുണ്ട്. ആകെ നിങ്ങൾ ആ ഒരു എഞ്ചിനിലേക്ക് നോക്കിയാൽ മാത്രമാണ് ചെറിയ എഞ്ചിനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ കംപ്ലീറ്റ്ലി ഒരു വർക്ക് റൗണ്ടും പിന്നെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഒരു ഫിനാൻസ് സ്കീം അവസാനം കൊടുത്തേക്കാം. അത് നിങ്ങളിവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. എത്ര ഡൗൺ അടക്കണം, മന്ത്ലി എത്ര പേയ്മെൻറ്റ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ പ്രീമിയം ഷോറൂം ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് അവരുടെ പുതിയ ഷോറൂമാണ്, ഒരു പ്രീമിയം ഡിവിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ. കാരണം നമുക്ക് 160+ വണ്ടികളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഷോറൂമിൻ്റെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ പ്രീമിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡെലിവറി ബേ കാണാൻ പറ്റും. അതിനകത്ത് നമ്മുടെ ഹീറോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മാവറിക് 440 ഇരിക്കുന്നുണ്ട്, ഒരു ബ്ലൂ ഷെയ്ഡിൽ. ഇതാണ് ഡെലിവറി ബേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അകത്തേക്ക് കയറുവാണെങ്കിൽ നമുക്ക് ഹീറോൻ്റെ EV കാണാം, ഹാർലി കാണാം, പിന്നെ കരീഷ്മ ഉണ്ട്. കൂടാണ്ട് തന്നെ എക്സ്പ്രസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. മൊത്തത്തിൽ ഷോറൂമിൻ്റെ ലേ ഔട്ടൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഓടിച്ചിട്ട് വരാം. അപ്പോൾ വണ്ടി എന്താ പറയുക, ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ മോനെ വണ്ടിയുടെ സൈസ് നോക്കി. ശരിക്കും ഒരു 160cc അല്ലെങ്കിൽ ഒരു 180cc ഒരു സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെയിൽ ടെഡിയൊക്കെ ശരിക്കും പ്രീമിയം ബൈക്സിലൊക്കെ കണ്ടിരുന്നുള്ള ടെയിൽ ടെഡിയാണ്. കയറിക്കുമ്പോൾ തന്നെ റൈഡിംഗ് പൊസിഷനാണ് ആദ്യം വരുന്നത്. എൻ്റെ മോനെ വണ്ടിയുടെ ഈ ലുക്ക് നോക്കി, പ്രോപ്പർ ഒരു 160cc. അപ്പോൾ റൈഡിംഗ് പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വൈഡല്ല, എന്നാൽ കുറച്ചും കൂടി എന്നെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചെറിയ ഒട്ടിക്ക് സ്പോർട്ടിനെസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഒരു സ്പോർട്ടി പൊസിഷൻ കാരണം കിട്ടും. അല്ലെങ്കിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു അപ്രൈറ്റായിട്ട് ഇരിക്കാനും പറ്റും. എന്നാലും സ്റ്റിൽ കൈ നമ്മുടെ താഴേക്കാണ് വയ്ക്കുന്നത്. നിങ്ങൾ കണ്ടു വേണം, കൈ എൻ്റെ കുറച്ച് താഴേക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഫുട് പെഗ്സ് എൻ്റെ കാലിൽ നേരെ താഴെയാണ്. പിന്നെ ഈ ഒരു ലുക്ക് അപാരമാണ് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ സ്വിച്ച് ഗിയർ ക്വാളിറ്റിയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു 125 ഇരിക്കുന്നത് ഒരു ഫീൽ വണ്ടി തരുന്നില്ല. പിന്നെ കൺസോൾ എല്ലാ റീഡ് ഔട്ടും നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അടിപൊളിയാണ്. നമുക്കിവിടെ സ്പീഡോ വരുന്നുണ്ട്, ഇവിടെ RPM വരുന്നുണ്ട്, പിന്നെ എന്താ പറയുക ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പിന്നെ ടൈം കാണിക്കുന്നുണ്ട്, ഓടോ കാണിക്കുന്നുണ്ട്, ഫ്യൂല് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പക്ഷേ വണ്ടിക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അതിനകത്തേക്ക് ഞാൻ പറഞ്ഞു വരാം. പക്ഷേ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് അതല്ല. ഈ ഒരു കൺസോൾ ഇച്ചിരി കുട്ടിയാണ്. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം, കുറച്ചും കൂടി ഒരു വലിയ കൺസോൾ കൊടുക്കാൻ. ഇൻ ടൈംസ് ഓഫ് ലുക്ക് തന്നെ പറയണം, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ശരിക്കും ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോണ്ടല്ലോ ശരിക്കും ഒരു പ്രീമിയം ബൈക്ക്. അല്ലാണ്ട് എന്താ പറയുക, ഒരു 160cc, ഞാൻ ആദ്യം പറഞ്ഞു ഒരു 160cc ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിസൈനൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരു 3000 ഒരു ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ടാങ്ക് എക്സ്റ്റൻഷനൊക്കെ പോയി കാണാൻ പറ്റും. നല്ല രസമാണ്, എസ്പെഷ്യലി ഓൺ ബോർഡ് വരുന്ന ഓടിക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ടാങ്കൊക്കെ നല്ല മസ്കുലറാണ്, നല്ല രസമുണ്ട്. ഓവറോൾ ഒരു ഡിസൈൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ഇത് സ്റ്റെപ്പപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പപ്പാണ്, പക്ഷേ വലിയ തിരക്കേടില്ലാണ്ട് കയറി ഇവിടെ പിടിച്ചിരിക്കാനൊക്കെ പറ്റും, വലിയ കുഴപ്പമില്ല. റൈഡർ സീറ്റ് അത്യാവശ്യം നല്ല ലോങ് ആണ്. പിന്നെ ടെയിൽ ഒരുപാട് ചാടി പുറത്തിരിക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ടെയിൽ ഏറെക്കുറെ ഇവിടെ കൊണ്ട് തീർന്നു. ടയറാണ് പിന്നെയും ചാടിയിരിക്കുന്നത്. അത് ഇവൻ്റെ ഡിസൈൻ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു റിയർ ക്വാർട്ടറിനൊക്കെ പറയുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് ഒരു LED ഹെഡ്ലൈറ്റും LED ഇൻഡിക്കേറ്റേഴ്സുമാണ് ഈ വണ്ടിക്ക് വരുന്നത്. TVS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് റോണിനാവട്ടെ LED ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഹാലജന വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ
അടിപൊളി ഹെഡ്ലൈറ്റാണ്. നമുക്കിവിടെ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ മുകളിലാണെങ്കിൽ LED DRLസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 90 ടയർ വരുന്നുണ്ട്. MRFിൻ്റെ ടയേഴ്സാണ്. അപ്പോൾ 17 ഇഞ്ച് അലൈസും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു 37 mm ഒരു ടെലസ്കോപ്പിക് ഫോർക്ക് ഉണ്ട്. റൈഡറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി വലുതാണ്. റൈഡറിന് വരുന്നത് ഒരു 33 mm ഒരു ടെലസ്കോപ്പിക് ഫോർക്കാണ്. ഇത് ആകുമ്പോഴത്തേക്കും ഒരു 37 വരുന്നുണ്ട്. പിന്നെ ഇതൊരു മേജർ ഡിഫറൻസ്, ഡിസ്ക് സൈസ് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. നമ്മുടെ റൈഡറിനായാലും കുറച്ചും കൂടി മാസീവായിട്ടുള്ള ഡിസ്ക്കാണ് ഇതിന് വരുന്നത്. അറൗണ്ട് ഒരു 276 mm ഡിസ്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അത് കൂടാണ്ട് ഈ വണ്ടിക്കുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ABS ഉണ്ട്. യെസ്, ഇതിനൊരു സിംഗിൾ ചാനൽ ABS ഉണ്ട്, വിച്ച് റൈഡർ ഡസൻ ഹാവ്. റൈഡറിന് നമുക്ക് ABS വരുന്നില്ല. ഈവൻ ആസ് ആൻ ഓപ്ഷൻ റൈഡറിന് ABS വരുന്നില്ല. അതിലാകെ സ്മാർട്ട് കണക്റ്റ് വരുന്നുള്ളൂ. ഇതിനവിടെ നേരെ തിരിച്ചാണ്. ഇതിന് സ്മാർട്ട് കണക്റ്റ്, ബ്ലൂടൂത്ത് കണക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നില്ല. പക്ഷേ ഇതിന് സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക ABS വേണോ സ്മാർട്ട് കണക്റ്റ് വേണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, പിന്നെ മൂവ് ടു സൈഡ് ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, കുഞ്ഞ് എഞ്ചിനാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വലിയൊരു ഡിസൈനിൽ ചെറിയൊരു എഞ്ചിൻ തൂക്കിയിട്ടുള്ള തോന്നുന്നുണ്ട്. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 124 cc 2 വാൽവ് എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 11.5 bhp, ടോർക്ക് എന്ന് പറയുന്നത് അറൗണ്ട് 10.5 എന്ന ടോർക്കാണ് ഇതിന് വരുന്നത്. റോണിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഐ തിങ്ക് ടോർക്കിൽ ഇച്ചിരി കുറവുണ്ട്. പക്ഷേ പവർ ഫിഗേഴ്സ് ഐ തിങ്ക് ഏറെക്കുറെ സെയിം ആണെന്നാണ് തോന്നുന്നത്. പിന്നെ മേറ്റഡ് ടു 5 സ്പീഡ് ഗിയർ ബോക്സ്, നമ്മുടെ റോണിൻ്റെ പോലെ തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് റോണിന് ഒരു 3 വാൽവാണ്, ഇതൊരു 2 വാൽവാണ്. അതാണ് വ്യത്യാസം. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ബ്രാൻഡ് ന്യൂ എഞ്ചിനാണ്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്ലാമർ 125 ആണെങ്കിലും ഒരുപാട് അവർ റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷാസി ആണെങ്കിലും കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ എക്സ്ട്രീം 160R ആയിട്ട് ഷെയർ ചെയ്യുന്നൊരു ഷാസിയാണ്. പക്ഷേ ഒരുപാട് റീവർക്ക് ചെയ്തിട്ടുണ്ട് അവർ. അതിനകത്തേക്കാണ് അവർ ഈ 125 എഞ്ചിൻ കയറ്റിയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ കിക്ക് സ്റ്റാർട്ടറും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എഞ്ചിനാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്, അൾട്രാ റിഫൈൻഡ് ആണ്. ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ എക്സ്ട്രീം റിഫൈൻഡ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ മൂവ് ടു സൈഡ് ഞാൻ പറഞ്ഞു, ഫുഡ് പാക്സ് ഒക്കെ നേരെ സീറ്റിൻ്റെ താഴെയാണ് വരുന്നത്. നല്ല വൈഡായിട്ടുള്ള സീറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കയറിയിരിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് സീറ്റായിട്ട് ഒരുപാടില്ല. ഇനി ഈവൻ ദോ സീറ്റായിട്ട് ഉണ്ടെങ്കിൽ കൂടെ സീറ്റ് കണ്ടോ ഇവിടെ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. സീറ്റിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കയറിയിരിക്കുന്നതിൽ വിഷയമില്ല, പെട്ടെന്ന് കാല് നിലത്തെത്തിക്കോളും. ഈ ബാക്കിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇറങ്ങിയിരിക്കാൻ പറ്റും. ഇത് ഒരുപാട് തട്ടുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തട്ടുന്നില്ല. ഞാൻ പറഞ്ഞു സീറ്റ് ഒരുപാട് വൈഡായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തട്ടുന്ന പോലെ വിഷയം വരുന്നില്ല. പക്ഷേ ടാങ്ക് ഇടിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതുമില്ല. പിന്നത്തെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മുട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ ഇടിക്കുന്നുണ്ടോയെന്ന്. ഇല്ല, എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്. എൻ്റെ കാല് വയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ ഇടിക്കുന്ന ഇഷ്യൂ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓൾറൈറ്റ്, പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള എക്സോസ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു ഷീൽഡൊക്കെ കാണാനായിട്ട്. നല്ല ഒരു ബ്യൂട്ടിഫുൾ എന്താ പറയുക, ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണ്ടി തരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഒരു ആസ്തറ്റിക് എന്ന് പറയുന്നത് ഭയങ്കര സ്പോർട്ടിയാണ്. എസ്പെഷ്യലി ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ യെസ്, ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതിന് റിയർ ഡിസ്ക് വരുന്നില്ല. പകരം ഒരു 130 mm ഒരു ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ് വരുന്നത്. നമുക്ക് റൈഡറിനും ഐ തിങ്ക് ഡ്രം ബ്രേക്ക് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിൽ ഡിസ്ക് ആസ് ആൻ ഓപ്ഷൻ ഇല്ല. പിന്നെ നല്ല അടിപൊളി ഒരു എന്താ പറയുക ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് കാണാൻ പറ്റും വിത്ത് LED ഇൻഡിക്കേറ്റേഴ്സ്. നമുക്ക് റൈഡറിന് LED വരുന്നില്ല. പിന്നെ വണ്ടിക്ക് ഒരു ടിൻഡഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. എന്താ പറയുക, സ്മോക്ക് ചെയ്തേക്കാണ് ഫ്രം ഫാക്ടറി. പിന്നെ ബാക്കിത്തെ ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു 17 ഇഞ്ച് അലോയ്സിൽ 120 സെക്ഷൻ ടയറാണ്. കമ്പയർ ടു TVS റൈഡർ വൈഡസ്റ്റ് ടയറാണ് ഇതിന് വരുന്നത്. ഓൾറൈറ്റ്, പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര ചാടിയിരിക്കുന്ന ഒരു സാരി കാർഡ് വരുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ അഴിച്ചു കളയാൻ പറ്റും. കാരണം ഇവിടെ ഒരു ബോൾട്ടും ഇവിടെ ഒരു ബോൾട്ടുള്ളൂ. അത് അഴിച്ചു കളഞ്ഞാൽ കുറച്ചും കൂടി ഒരു നീറ്റായിട്ടുള്ളൊരു ഡിസൈൻ കിട്ടും. അതല്ല ഇങ്ങനെ ലേഡീസ് വൺ സൈഡ് ഇരിക്കുവാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഗ്രാബറിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡാണ്, സ്ട്രോങ് ആണ്, പിടിച്ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് വരുന്നത് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സ്ലിപ്പർ ക്ലച്ചോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ക്രാഷ് കാർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ വണ്ടിയുടെ ലുക്ക് ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, നല്ല രസമുണ്ട്. വണ്ടിക്ക് ഇത് കൂടാണ്ട് വേറെ 2 കളറും വരുന്നുണ്ട്. ഒരു സിൽവറിൽ ഒരു റെഡ് പെയിൻറ്റ് വരുന്നുണ്ട്. അത് കൂടാണ്ട് സിൽവർ തന്നെ ബ്ലൂ വരുന്നുണ്ട്. സിൽവർ റെഡ് ഐ തിങ്ക് കുറച്ചും കൂടി എന്താ പറയുക, എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടി വൈബ്രൻ്റ് ആണ്. ഐ തിങ്ക് ആ ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല രസമുണ്ട്. പക്ഷേ പേഴ്സണലി നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഐ തിങ്ക് ഈ ഒരു കളറാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. മൊത്തത്തിൽ കാണാനായിട്ടാണെങ്കിലും നല്ല രസമുണ്ട്. വണ്ടി എവിടെ കൊണ്ടിട്ടാലും കുറച്ച് പേര് നോക്കുന്നൊക്കെ ഉണ്ട്. വണ്ടിക്ക് 2 വേരിയൻറ്റാണ് വരുന്നത്. ഒന്ന് സിംഗിൾ ചാനൽ ABS, അതാണ് ടോപ്പ്. അതിനകത്തേക്കും 1,50,000 രൂപ വരുന്നുണ്ട്. 1,31,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. പിന്നെ അത് കൂടാണ്ട് തന്നെ CBS എന്ന് പറഞ്ഞിട്ട് ഒരു ബേസ് വേരിയൻറ്റ് വരുന്നുണ്ട്. CBS ആവട്ടെ, നമ്മളെ CBS മീൻസ് ഹീറോൻ്റെ ടൈമിലാണെങ്കിൽ IBS എന്നാണ് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് ബ്രേക്ക് സിസ്റ്റം. സെയിം CBS ഫംഗ്ഷൻ തന്നെയാണ്. അതായത് ഫ്രണ്ട് പിടിക്കുമ്പോഴത്തേക്കും ബാക്കും ചെറുതായിട്ടൊന്ന് അപ്ലൈ ആവുന്നുണ്ട്. അതാണ് ബേസ് വേരിയൻറ്റ്. സിംഗിൾ ചാനൽ ABS അതിൻ്റെ ടോപ്പാണ്. അപ്പോൾ ബേസിന് വരുന്നത് 1.25 ആണ്. ഓൺ റോഡ് പ്രൈസ് കൊച്ചിയിൽ വരുന്നത്. നമ്മുടെ
സിംഗിൾ ചാനൽ എ ബി എസ് ആകുമ്പോഴത്തേക്കും 1.31 വരുന്നുണ്ട്. അപ്പോൾ അറൗണ്ട് ഒരു 6,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് അവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എ ബി എസ് തന്നെ പിക്ക് ചെയ്യുക. കാരണം എക്സ്ട്രീം 125ൻ്റെ കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഡിസൈനും ഈ ഒരു സിംഗിൾ ചാനൽ എ ബി എസ് തന്നെയാണ്. അപ്പോൾ ഗൈസ് ഞാൻ ജസ്റ്റ് കൺസോൾ ഓണായി കാണിച്ചു തരാം കേട്ടോ. വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, എൻജിൻ, ഫ്യൂവൽ, എ ബി എസ്, പിന്നെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, നമുക്ക് മുകളിലാണെങ്കിൽ RPM കാണാൻ പറ്റും. പിന്നെ നടുക്കാണെങ്കിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡോ, ടൈം, ഫ്യൂവൽ, ടോട്ടൽ ഓടോ. പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ ചെറിയ കൺസോളായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് അത് മാത്രമാണ് പരാതി. പക്ഷേ എല്ലാ റീഡ് ഔട്ടും നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് RPM കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാറ്റി വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ സ്വിച്ച് ഗിയേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, വളരെ പ്രീമിയം തോന്നുന്നു കേട്ടോ. സ്വിച്ച് ഗിയേഴ്സൊക്കെ നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനൊക്കെ ആയിട്ട്. പിന്നെ പറയാൻ വിട്ടു, ഇവിടെ നമുക്കിങ്ങനെ പ്രോ ഡിസ്കിൻ്റെ പോലെ ഒരു കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇത് കണ്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇങ്ങനെ നമ്മുടെ പ്രോ ഡിസ്കൊക്കെ നോക്കിയില്ലേ, ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇനി വണ്ടിയിൽ കയറിയിരിക്കുവാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഗിയറിലേക്കൊക്കെ നോക്കാം. നമുക്കിവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്, ഹൈ ബീം ലോ ബീം വരുന്നുണ്ട്, പിന്നെ ഒരു കോഷൻ ലാമ്പ് വരുന്നുണ്ട്. ഭയങ്കര റെയറാണ് ഈ ഒരു 125cc കോഷൻ ലാമ്പ് കാണാമെന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട്, നടുക്ക് ക്യാൻസലേഷൻ ഹോൺ വരുന്നുണ്ട്. പിന്നെ എൻജിൻ ഗിൽ സ്വിച്ചും സ്റ്റാർട്ടറും ഒരുമിച്ചാണ്. എനിക്ക് തോന്നുന്നു റൈഡറിന് എൻജിൻ ഗിൽ സ്വിച്ച് ഇല്ലയെന്ന് തോന്നുന്നു. അതിന് പകരം അതിന് റൈഡ് മോഡാണ് വരുന്നത്. പക്ഷേ ഇതിനങ്ങനെയല്ല, ഇതിന് എൻജിൻ ഗിൽ സ്വിച്ചാണ് വരുന്നത്. പിന്നെ ഐ തിങ്ക് മിറേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട് കേട്ടോ. ഈ മിറേഴ്സ് കുറച്ചും കൂടി ഭയങ്കര ഫാൻസി ആയിട്ട് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഇങ്ങനെ ഒരു കട്ട് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാണാൻ പറ്റുന്നില്ല. ഇതാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അഡ്ജസ്റ്റ് ആയി ബാക്കി കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യം എന്താണെന്നറിയോ, ഈ വണ്ടിയുടെ ഒരു കോക്പിറ്റ് വ്യൂ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട് മൊത്തത്തിലൊരു നോക്കുമ്പോഴത്തേക്കും. ഒരു ബിഗർ ബൈക്കിലിരിക്കുന്ന ഒരു ഫീല് ഈ വണ്ടി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഹാൻഡിലിംഗ് പൊസിഷൻ ഞാൻ പറഞ്ഞു, ഹാൻഡിൽ കുറച്ചും കൂടി എന്നെ ഫേസ് ചെയ്താണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് ആഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. എന്നാൽ ഒരുപാട് സ്പോട്ടി ഇല്ല. നമ്മൾ N160 അല്ലെങ്കിൽ N250 അത്ര സ്പോട്ടിനെസ് ഇല്ല. എന്നാൽ സ്റ്റിൽ ചെറിയൊരു സ്പോട്ടിനെസ് ഉണ്ട്. വലിയ കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്. പിന്നെ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ തിരക്കേടില്ല, ഒരു മീഡിയം ആയിട്ട് തോന്നുന്നുണ്ട്. റിയർ ആവട്ടെ, റിയർ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ പറയണമല്ലോ, ക്ലച്ച് നല്ല സ്മൂത്താണ്, നല്ല രസമുണ്ട്. ഗിയർ ബോക്സ് എടുത്ത് പറയണമല്ലോ, ഗിയർ ബോക്സ് നല്ല രസമുണ്ട്. നമുക്ക് അടിക്കടി നല്ല സ്മൂത്തായിട്ട് ഗിയറൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ടൈറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഓക്കെ. പിന്നെ പെർഫോമൻസ് ഫിഗേഴ്സ് ഞാൻ പറഞ്ഞു, വണ്ടിക്ക് അറൗണ്ട് 11.5 PS പവറും പിന്നെ 10.5 Nm ടോർക്കാണ് വരുന്നത്. വിച്ച് ഈസ് ഇൻ അലോട്ട്. എന്താ പറയുക, നിങ്ങൾ ഈ ലുക്ക് കണ്ടിട്ട് ഒരുപാട് പവർ ഉണ്ടെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ഡീസൻറ്റ് പവർ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു പവറും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തേക്കാം. അല്ല, നിങ്ങളൊരു 150cc 160cc ഓടിച്ചിട്ട് ഇതിൽ കയറി ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓൾറൈറ്റ്. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 136 kg ആണ്. ഐ തിങ്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു 10 kg മാത്രമാണ് കൂടുതൽ വരുന്നത്. ഈ 136 kg എന്ന് പറയുന്നത് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ വണ്ടി ടൈറ്റ് ട്രാഫിക്കിൽ ഓടിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലിക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓ മാൻ, വണ്ടി ഞാൻ പറ്റുമെങ്കിൽ നല്ല റോഡ് ഇട്ടാണെങ്കിൽ വലിപ്പിച്ച് കാണിച്ചു തരാം. ബ്രേക്കിംഗ് പെർഫോമൻസ് കൊള്ളാം. ABS ഒരുപാട് നമ്മളെ എന്താ പറയുക ഇൻട്രപ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥ വരുന്നില്ല. നമ്മളെ വണ്ടി ഒരുവിധം ബ്രേക്ക് ചെയ്യാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. മിക്ക ABS കൊണ്ടും പ്രശ്നം എന്ന് പറഞ്ഞാൽ ABS ഭയങ്കര ഇൻട്രൂസീവ് ആയിരിക്കും. നമ്മുടെ പിടിക്കുന്നിടത്തായിരിക്കില്ല വണ്ടി നിൽക്കുന്നത്. ആ ഒരു സിനാരിയോ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു കുഴപ്പമൊന്നും കാണാനില്ല. മേ ബി ഒരുപാട് പവറില്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ പവർ ഫിഗേഴ്സൊക്കെ ഒരുവിധം ഭയങ്കര രസമാണ്, നല്ല ഫണ്ണാണ്. മൈലേജൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അറൗണ്ട് ഒരു 10 liters ടാങ്കാണ്. മൈലേജ് നമ്മുടെ ഓവർ ഡ്രൈവും ഓട്ടോ കാറൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അറൗണ്ട് 56 ആണ് അവർക്ക് ആവറേജ് കിട്ടിയത്. അപ്പോൾ ഐ തിങ്ക് ഡീസൻ്റായിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 60 എടുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ വലിയ തിരക്കേടില്ലാത്തൊരു ഫിഗറാണെന്ന് ഞാൻ പറയുള്ളൂ. റിയർ സസ്പെൻഷൻ മാൻ, റിയർ സസ്പെൻഷൻ ഇസ് ബ്രില്യൻറ്റ്. ഒന്ന് കൈയെടുത്ത് നോക്കാം വണ്ടി എത്ര കയറുമെന്ന് നോക്കാം. ഇപ്പോൾ 3rd ഗിയർ എന്നുള്ള പുള്ളാണേ, 59. വണ്ടി
90+ ഒക്കെ സുഖമായിട്ട് കയറുന്നുണ്ട്. ഐ തിങ്ക് 70 ഒരു എഫേർട്ടില്ലാതെ വണ്ടി കയറുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. വണ്ടി 0 to 70 നല്ല രസമായിട്ട് കയറുന്നുണ്ട്. ഓഫ് കോഴ്സ് ഒരു 125cc രീതിയിലാണ് കയറുന്നത്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും കുറച്ചും കൂടി ക്വിക്കാണ് വണ്ടി. അവിടെ നമുക്ക് അത്യാവശ്യം കണ്ടോ ഹാൻഡിൽ ഒടി വെക്കാം, നല്ല രസം. ഒരു നല്ല രസമായിട്ട് എടുക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. സ്ക്രാച്ച് ചെയ്താൽ 5000 ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകും. വലിപ്പിച്ച് നോക്കാം നമുക്കൊന്ന്. ഓ 100 മാൻ, വണ്ടി 100 ഒക്കെ കയറുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ബാഡ് റോഡ്സൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. അതിലൊന്നും പരാതിയും കാര്യങ്ങളൊന്നുമില്ല. നല്ല സുഖമാണ് മൊത്തത്തിൽ. പിന്നെ പുറമേ നിന്ന് കാണുമ്പോഴും ആ ഒരു ബിഗ് ബൈക്ക് ഫീലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വണ്ടിയുടെ ഈ ഒരു റിഫൈൻമെൻറ്റ് തന്നെയാണ്. ഓ ഇറ്റ്സ് ബ്രില്യൻ. എന്താ പറയുക, ആ ഒരു ഗ്ലാമറിൻ്റെ എൻജിൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ വണ്ടി ഈസ് ഒബ്വിയസ്ലി റിഫൈൻഡ്, വെരി മച്ച് റിഫൈൻഡ്, നല്ല റിഫൈൻഡാണ്. പിന്നെ അത്യാവശ്യം ഗ്ലാമറിനേലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പൊളിച്ചോടിക്കാൻ ഇതാണ് രസം. അപ്പോൾ നിങ്ങൾ ഒരു കമ്മ്യൂട്ടർ ബൈക്ക് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് വലിയ വലിയ ബൈക്സിനോടൊന്നും താല്പര്യമില്ല, നിങ്ങൾക്ക് ഒരു A to B ട്രാൻസ്പോർട്ട് ഒരു വണ്ടി വേണം, പക്ഷേ കുറച്ച് ലുക്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റിയ 2 ഓപ്ഷനാണ്. ഒന്ന് TVS റൈഡറും ഒന്ന് ഈ ഒരു എക്സ്ട്രീം 125. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി ഒരു അഗ്രസീവ് ലുക്ക് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ സേഫ്റ്റിക്ക് നിങ്ങൾ കുറേ പ്രയോറിറ്റി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി അങ്ങനെയുള്ളതൊന്നും വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാവുന്നൊരു വണ്ടി തന്നെയാണ് ഈ ഒരു എക്സ്ട്രീം 125R എന്ന് പറയുന്നത്. ബ്രില്യൻ്റ് ആണ്, നല്ല രസമുണ്ട്. നിങ്ങൾ വളരെ ഇമ്പ്രസ്ഡ് ആവും. നിങ്ങൾ ആലുവയിൽ മെഗാ മോട്ടോഴ്സിൽ വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അടിച്ച് നോക്കുക. ഞാൻ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. വളരെ ഇമ്പ്രസീവ് ആണ്. ടൂർ ചെയ്യാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു വണ്ടി 100 ഒക്കെ നല്ല ഈസിലി അല്ല, വണ്ടി 100 ഒക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 60 ഒക്കെ വേണമെങ്കിൽ പറയാം. സോ 60 അത്യാവശ്യം നല്ല ക്രൂസ് ചെയ്തൊക്കെ പോകാനൊക്കെ പറ്റും. വൈബ്രേഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബ് ക്ലൈംബ് ചെയ്യുമ്പോഴത്തേക്കും, ഐ മീൻ ഹയർ RPയിലേക്ക് പോകുമ്പോഴത്തേക്കും ചെറിയൊരു വൈബ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എസ്പെഷ്യലി ഈ ഒരു ഹാൻഡിൽ നിന്നും ഈ ഒരു ഫുഡ് പെക്സിൽ നിന്ന് മാത്രമാണ്. ഞാനിപ്പോൾ ഉള്ളത് 4th ഗിയറിലാണ്. 4th ഗിയറിൽ ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ 5th മാറ്റി 46-ലാണ്. ഒരു കുഴപ്പമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മാൻ ഇപ്പോൾ 50-ലാണ് പോകുന്നത്. എൻജിൻ സൈലൻ്റായി ഇപ്പോൾ ഏറെക്കുറെ, സൗണ്ട് പോലും കേൾക്കുന്നില്ല വണ്ടിയുടെ. നോക്കി, ഓ മാൻ നല്ല റിഫൈൻഡാണ്, അതാണ് ഉദ്ദേശിച്ച് വരുന്നത്. പിന്നെ ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഞാൻ പറഞ്ഞു 56 മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ആലുവയിലുള്ള മെഗാ മോട്ടോഴ്സിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സീറ്റ്സിനെ പറ്റി പറയണമല്ലോ, സീറ്റ്സ് ആർ വെരി കംഫർട്ടബിൾ. വളരെ ലോങ് ആയിട്ടുള്ള സീറ്റാണ്, എന്നാൽ കംഫർട്ടബിളും ആണ്. ഓ മാൻ, ഇരുട്ടത്തെ കൺസോൾ നോക്കി, എന്ത് രസമാണ്. ഇപ്പോൾ ഫിനാൻസ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഒരു 15 അല്ലെങ്കിൽ 20 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാം. മാസം ഒരു 4000 അതിൽ താഴെ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. നമുക്കിവിടെ മെഗാ മോട്ടേഴ്സിൽ HDFC, IDFC, ചോളമണ്ഡലം ഫിനാൻസ് അങ്ങനെയുള്ളവരൊക്കെ ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പറ്റുന്ന രീതിയിൽ എത്രയാണോ അടയ്ക്കാൻ പറ്റുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കുക. അവരൊരു കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് തരും. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് ഇതിനുള്ള ഗൈസ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ ബൈ, ചേസ്. പിന്നെ വണ്ടിക്ക് നമുക്ക് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വരുന്നുണ്ട് കേട്ടോ. അതായത് വണ്ടി സ്റ്റാൻഡ് ഇട്ടിട്ട് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഇതാവില്ല. ഇനി ഞാൻ വേണമെങ്കിൽ വണ്ടിയുടെ എക്സോസിനോട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. നിങ്ങൾ ഒരുപാട് പേര് എക്സോസിനോട് കേൾക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ 125cc സൗണ്ടേ ഉള്ളൂ, ഒരു ക്ലീഷേ 125cc സൗണ്ടാണ്. അടിപൊളിയൊന്നും പറയാനില്ല.